ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക്കൽ പഠിച്ചു വരുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒറ്റ സപ്ലൈയിൽ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന 2 പ്ലഗ് സോക്കറ്റും 2 സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം. അതായത് സെപ്പറേറ്റ് ഓരോന്നിനും ഓരോ സോക്കറ്റിനും സെപ്പറേറ്റ് സ്വിച്ച് അത് ഒറ്റ സപ്ലൈയിൽ നിന്ന് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിതെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു 1 വേ സ്വിച്ച്, അത് കഴിഞ്ഞൊരു സോക്കറ്റ്, പിന്നെ ഒരു 1 വേ സ്വിച്ച്, പിന്നെ ഒരു സോക്കറ്റ്, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സപ്ലൈയിലേക്ക് വന്ന മെയിനായിട്ട് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇങ്ങനെയാണ് മെയിനായിട്ട് വരുന്നത്. ഈ എർത്ത് വയർ പച്ച വയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പച്ച വയർ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് ടേപ്പ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ആ 2 പച്ച ഒന്നിച്ച് വന്നിരിക്കുന്ന വേറെ സ്ഥലത്തേക്ക് കൂടി പോകുന്നതാണ്. അത് ഒന്നിച്ച് വന്നതിന് ശേഷം അത് ലിങ്ക് ചെയ്ത് ഈ പറയുന്ന സോക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ വലിയ ഹോള് വരുന്ന ആ 2 പിന്നുകളുണ്ട്, അതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തു. രണ്ടിൻ്റെയും ലിങ്ക് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇനി എർത്ത് കഴിഞ്ഞു. ഇനി അടുത്ത് വന്ന് ന്യൂട്രലാണ് വന്നിരിക്കുന്നത്. ന്യൂട്രൽ നമ്മളിവിടെ ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് വന്നതിന് ശേഷം ബ്ലാക്ക് ടേപ്പ് അടിച്ചിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം ന്യൂട്രൽ കൊടുക്കേണ്ടത്. അത് നേരെ ന്യൂട്രലിലേക്ക് കൊടുത്തു. അതിൽ നിന്ന് തന്നെ നേരെ അടുത്ത സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ന്യൂട്രലിലേക്ക് കൊടുത്തു. അപ്പോൾ ന്യൂട്രൽ എപ്പോഴും വരുന്നത് ഒരു സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം വരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഫേസ് ആണ് വന്നത്. ഫേസ് ഇതുപോലെ തന്നെ ഫേസ് നേരെ വന്നു. അത് നേരെ ആദ്യം വന്ന് സ്വിച്ചിലേക്കാണ് വരുന്നത്. സ്വിച്ചിലേക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആ ഫേസ് കണ്ടോ, അതായത് ഇതാണ് ഫേസ്, റെഡ് വന്നിരിക്കുന്നത്. അത് രണ്ടും കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ലിങ്ക് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് സപ്ലൈ കൂടി പോകുന്നുണ്ട്, മൊത്തം സപ്ലൈ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്വിച്ചിലേക്ക് വരുന്ന എല്ലാം കൂടി ഒന്നിച്ച് കൊടുത്തതിന് ശേഷം, അതായത് 2 സ്ഥലത്തേക്ക് പോകുന്ന ഒന്നിച്ച് കൊടുത്തതിന് ശേഷം സ്വിച്ചിലേക്ക് കൊടുത്തു. അതിനുശേഷം അടുത്ത സ്വിച്ചിൻ്റെ താഴേക്കാണ് കൊടുത്തത്. അപ്പോൾ ഈ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്നത് ആദ്യത്തെ സോക്കറ്റിനാണ്, അടുത്ത സ്വിച്ച് കൺട്രോൾ ചെയ്യുന്ന അടുത്ത സോക്കറ്റിനാണ്. അപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും താഴെ നമ്മൾ മെയിൻ വരുന്ന DBയിൽ നിന്ന് വരിക്കുന്ന ഫേസ് അതിലേക്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അടുത്ത് വന്ന് നേരെ സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് കൊടുക്കേണ്ടത്. അവിടെ എല്ലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ബാക്ക് സൈഡ് സ്വിച്ച് പോക്കറ്റിൻ്റെ. എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അത് റൈറ്റ് സൈഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലെവലെന്ന രീതിയിൽ എപ്പോഴും സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ ന്യൂട്രൽ കൊടുത്തു, റൈറ്റ് സൈഡ് ഫേസ് വന്നു, ഏറ്റവും ടോപ്പിലായിട്ട് എർത്ത് വന്നു. ഇതാണ് നമ്മുടെ കോമൺലി വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്. അപ്പോൾ ഒറ്റ സപ്ലൈ വന്നു, അതിൽ നിന്നും നമ്മൾ ലൂപ്പ് ചെയ്ത് 2 സോക്കറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും TV അങ്ങനെ വരുന്ന ഏരിയകളിലാണ്. 1-2 പ്ലഗ് സോക്കറ്റുകൾ ആവശ്യം വരുന്ന ഏരിയകൾ. അതായത് ഒന്ന് നമ്മൾ TVക്ക്, സ്മാർട്ട് TV ആണെങ്കിൽ ചിലപ്പോൾ TVക്ക് ഒരു സപ്ലൈ ആവശ്യം വരും. അത് കൂടാതെ തന്നെ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ ഹോം തിയേറ്റർ, ഇനി അത് കൂടാതെ തന്നെ സെറ്റ് ടോപ്പ് ബോക്സ്, അങ്ങനെ വരുന്ന ഏരിയകളിൽ 2-3 സോക്കറ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വരും. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒറ്റ സപ്ലൈ വരുന്നത്. ആ സപ്ലൈയിൽ നിന്നും നമ്മൾ ഈ പറയുന്ന രീതിയിൽ എത്ര സോക്കറ്റ് വേണമെങ്കിലും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ 6 മോഡ്യൂൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മോഡ്യൂൾ, ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് 2 മോഡ്യൂൾ, പിന്നെ ഒരു സ്വിച്ച് 1 മോഡ്യൂൾ, പിന്നെ അപ്പുറത്തെ സോക്കറ്റ് 2 മോഡ്യൂൾ, അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് 6 മോഡ്യൂളായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം അതായത് തുടക്കം പഠിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്തേക്കുക. ചാനലൊന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ചാനലൊന്ന്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.